18 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പോലും ലഹരി പിടിമുറുക്കുമ്പോൾ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ അത്രയും ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള പി അബ്ദുൽ നാസർ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഷഹബാസിൻ്റെ സംഭവമൊക്കെ നമ്മളെ ഏറെ വേദനിപ്പിച്ച ഒരു കാര്യമാണ്. ഇത്തരം വിഷയങ്ങൾ നിരന്തരമായിട്ട് CWCയുടെ മുമ്പിൽ എത്താറുണ്ട്. ഏകദേശം ഒരു 10ലധികം കേസുകൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ ഇത് ഏത് തലത്തിലാണോ അഡ്രസ്സ് ചെയ്യേണ്ടത് അതിൽ ബന്ധപ്പെട്ടവരെല്ലാം CWCയിൽ വിളിച്ചു വരുത്തി. CWCയിൽ വെച്ച് അവരുടെ മീറ്റിംഗ് ഞങ്ങൾ കൂടിക്കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ ഇത്തരത്തിലുള്ള ഡ്രോപ്പ് ഔട്ട് ഇഷ്യൂസ്, അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം സ്കൂൾ മുടങ്ങിയത്, ചികിത്സ നിഷേധിച്ചത്, കുട്ടികൾ മിസ്സിംഗ് ആയി പോകുന്നതുകൊണ്ട് ഡ്രഗ് ഉപയോഗിച്ച കാരണം, ചൈൽഡ് ലേബർ, ചൈൽഡ് മാരേജ്, എല്ലാ കാര്യങ്ങൾക്കും സമഗ്രമായി സമയബന്ധിതമായി തീരുമാനം എടുക്കുന്നതിന് വേണ്ടി അവരോട് ഞങ്ങൾ ഡയറക്ഷൻ കൊടുത്തു. അതിൻ്റെ ഫലമായി പിന്നീട് ആ സ്കൂളുകളിലൊക്കെ ഇത് കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ കുട്ടികളുടെ പ്രധാനപ്പെട്ട ഇഷ്യൂസ്, സ്കൂളിൽ നിന്ന് കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഒരു സംഭവമുണ്ട്. ഈ ഡ്രോപ്പ് ഔട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല കറക്റ്റായിട്ട് എന്നുള്ള ഒരു പ്രയാസം ഞങ്ങൾക്ക് നേരിടുന്നുണ്ട്. കാരണം കുട്ടികൾ മിസ്സായിട്ട് ഇത് CWCയിൽ രാത്രിയും പാതിരക്കൊക്കെ വരുന്ന കുട്ടികളെക്കുറിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്നത്, ഞാൻ 4 മാസമായി സ്കൂളിൽ പോയിട്ട്, അല്ലെങ്കിൽ ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയില്ല, ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് പറയുന്നത്. വാസ്തവത്തിൽ ഈ കുട്ടികൾ രേഖാമൂലം ഡ്രോപ്പ് ഔട്ട് അല്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ സോഷ്യലൈസേഷൻ, അവർക്ക് കിട്ടേണ്ട ശരിക്കുള്ള ഒരു കൗൺസിലിങ്, ഒരു തിരുത്തലിനുള്ള സാഹചര്യം ഇല്ലാതെ പോകുന്നു. ഇതാണ് ഇതിനകത്തുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ ഈ സമീപകാലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഞെട്ടിപ്പിക്കുമ്പോൾ തന്നെ ഇത്തരം സർക്കാർ തലത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ, പഞ്ചായത്ത് തലങ്ങളിലടക്കം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. നിലവിൽ ഡ്രോപ്പ് ഔട്ട് ആവുന്ന വിദ്യാർത്ഥികൾ പോലും മറ്റു ലഹരിക്കും മറ്റൊക്കെ അടിമയായി പോകുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.